നമ്മളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത പരിഭ്രമമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അല്ലാഹുവിന്റെ മഹത്വങ്ങൾ എന്താ പഠിപ്പിച്ചതെന്നറിയോ? ഈ ദുനിയ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഈ ദുനിയ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. മഹാന്മാർ മുഴുവനും പാടിയതാണ്. ദുനിയാവിനൊരു കൊതുകിൻ്റെതായ ചിറകിന്റെ വലിപ്പം പോലും അല്ലാഹു തആല നൽകിയിട്ടില്ല. അത്രത്തോളം നിസാരമായ ദുനിയാവിന് വേണ്ടിയിട്ട് തർക്കങ്ങളാണ്, വഴക്കാണ്, പിണക്കങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളടുത്ത കുടുംബങ്ങളെ പോലും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സയ്യിദനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് നമ്മളൊന്ന് പഠിച്ചു നോക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിഴലായ നബിയുടെ നിഴലായ സയ്യിദനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരിക്കലതാ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, തന്റെ ഭാര്യ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, തങ്ങളെ, എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നത്? എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നത്? ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കച്ചവടം കഴിഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വന്നതാണ്. അവിടുന്ന് കച്ചവടം കഴിഞ്ഞു വന്നിട്ട് കരയുന്നത് കണ്ടപ്പോ പേടിച്ചുകൊണ്ട് ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കരയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട പെണ്ണേ, ഇന്നെനിക്ക് കച്ചവടത്തിന് ഒരുപാട് ലാഭം കിട്ടി പെണ്ണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയാണ്, ഇന്നെനിക്ക് കച്ചവടത്തിന് ഒരുപാട് ലാഭം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നമ്മൾ ആരെങ്കിലും കരയോ? നമ്മൾ ആരെങ്കിലും കരയോ? പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിന് ലാഭം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കരയും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കടബാധ്യതകൾ വന്നാൽ നമ്മൾ കരയും, ബുദ്ധിമുട്ടുകൾ വന്നാൽ കരയും. ഇതുവരെയും ആരെങ്കിലും കച്ചവടത്തിന് ലാഭം കിട്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കരഞ്ഞിട്ടുള്ള ഒരാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? അല്ലാഹുവേ, ദുനിയാവിനെ അത്രത്തോളം ഒരു ഭയപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഓർക്കുമ്പോ നമ്മുടെ ടെൻഷനെല്ലാം പോയി, നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി, നമ്മുടെ ആവേശങ്ങളെല്ലാം മാറി, ദുനിയാവിനോടുള്ള അത്യാഗ്രഹങ്ങൾ മാറി. അതൊക്കെ ഓർക്കുമ്പോഴാണ് കുടുംബങ്ങൾ അടുപ്പിക്കാൻ നമുക്ക് തോന്നുന്നത്. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടുന്ന് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, പെണ്ണേ, ഇന്നെനിക്ക് കച്ചവടത്തിന് വല്ലാത്ത ലാഭം കിട്ടി. ആ ലാഭവുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. എന്റെ കയ്യിൽ അതിന്റെ ലാഭമുണ്ടല്ലോ, എന്റെ കയ്യിൽ അതിന്റെ ലാഭമുണ്ടല്ലോ. ആ പണവുമായിട്ട് എന്റെ വീടിനുള്ളിലേക്ക് ഞാൻ കയറി വന്നപ്പോ ഞാൻ അറിയാതെയും ആലോചിച്ചു പോയി, പെണ്ണേ, നാളെ ഞാൻ ഖബറിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഇവിടെ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാണ് ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ റൂഹെങ്ങാനും പിടിച്ചാൽ, എന്റെ റൂഹ് പിടിച്ചാൽ ഞാനും മരണപ്പെട്ടു പോവുകയാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോവുകയാണല്ലോ. ഖബറിലേക്ക് എനിക്ക് പോകണമല്ലോ. ആ ഖബറിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ദുനിയാവിൽ സമ്പത്ത് ബാക്കിയായി ഞാൻ പോയാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഖബറിൽ എനിക്ക് രക്ഷപ്പെടാൻ പോലും സാധിക്കുകയില്ലല്ലോ. നാളെ ആഖിറത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
അവിടുന്ന് പറയുമ്പോ അല്ലാഹുവേ തന്റെ ഭാര്യ ഇവിടുന്ന് ചോദിക്കുന്നു തങ്ങളെ എന്താ ചെയ്യേണ്ടത്, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, പെണ്ണേ എന്റെ കയ്യിലിരിക്കുന്ന പണം ഇന്നത്തേതായ രാത്രിയിൽ തന്നെ, ഇന്നത്തെ രാത്രിയിൽ തന്നെ നമ്മുടെ അടുത്തുള്ളതായ ഫക്കീറന്മാരാകുന്ന മിസ്കീന്മാരാകുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി സദഖ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പെണ്ണേ. അതിന് നീ എനിക്കൊരു അനുവാദം തരണമെന്ന് തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അതാ തന്റെ ഭാര്യ അനുവാദം കൊടുക്കുകയാണ്. അവിടുന്ന് അതാ പൈസയും എടുത്തുകൊണ്ട് ഫക്കീറന്മാരാകുന്ന മിസ്കീന്മാരാകുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് മുഴുവനും അതാ സദഖ കൊടുക്കുകയാണ്, മുഴുവനും ദാനധർമ്മം ചെയ്യുകയാണ്. അവിടുന്ന് ദാനധർമ്മം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്റെ ഭാര്യ ഇവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ ഇന്നത്തെ രാത്രിയിൽ ഒന്നും കഴിക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ, ഇന്നത്തെ രാത്രിയിൽ ഒന്നും കഴിക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ, അതിൽ നിന്നൊരൽപ്പം എടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് രാത്രിയിൽ കഴിക്കാമായിരുന്നു, ഒരൽപ്പം ഭക്ഷണം ഉണ്ടാകാമായിരുന്നു, വിശപ്പില്ലാതെ കിടക്കാമായിരുന്നില്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഭാര്യ വന്നുകൊണ്ട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടതുണ്ട്. അത് കണ്ടിട്ടാണ് പെണ്ണേ നീ പഠിക്കേണ്ടത്. അല്ലാഹുവേ, ഇന്ന് എത്രയെത്ര വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. യൂട്യൂബ് എടുത്ത് വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഓരോരോ വിഭവങ്ങളല്ലേ നമ്മൾ കാണുന്നത്. അത് മുഴുവനും നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും കടന്നു ചെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മുടക്കി മുഴുവനും വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുഴുവൻ പരീക്ഷണങ്ങളും നടത്തുകയാണ്. എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിക്കുന്നത് കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വരുന്നില്ലല്ലോ. വീണ്ടും ദുനിയാവിനോടുള്ള ആർത്തിയാണല്ലോ, വീണ്ടും ദുനിയാവിനോടുള്ള ആർത്തിയാണല്ലോ, വീണ്ടും പണത്തിനോടുള്ള ആർത്തിയാണ്, വീണ്ടും പത്രാസിനോടുള്ള ആർത്തിയാണ്, വീണ്ടും സൗകര്യങ്ങളോടുള്ള ആർത്തിയാണ്. അത് കാരണമായിട്ട് നിന്റെ കുടുംബത്തെ മുഴുവനും നീ അകറ്റി നിർത്തുകയാണ്, കുടുംബത്തെ മുഴുവനും അകറ്റി നിർത്തുകയാണ്. പണക്കമാണ്, എല്ലാവരോടും വൈരാഗ്യമാണ്. ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ല. ഇങ്ങനെ ജീവിക്കാൻ പാടുണ്ടോ? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ നിന്റെ ഇബാദത്ത് പോലും ശരിയാകണമെങ്കിൽ കുടുംബ ബന്ധം നിലനിർത്തണം. കുടുംബ ബന്ധം നിലനിർത്താതെ നിന്റെ ദുആ പോലും സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കണ്ട ആർത്തിയെടുത്ത് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. കുറെ നാൾ കഴിയുമ്പോ അസ്രായേൽ വന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കബറിൽ പോകേണ്ടതാ. ആ പോകുന്ന സമയത്ത് ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയ ഒന്നുമില്ല, എല്ലാം നമ്മൾ ബാക്കിയാക്കിയിട്ട് നമ്മുടെ കബറിലേക്ക് പോവുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്ന് അറിയോ? പെണ്ണേ, ഇന്ന് രാത്രിയിൽ ഒന്നും കഴിക്കാനില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാൽ ആരും അറിയില്ല, നമ്മളല്ലേ അറിയുള്ളൂ. അല്ലാഹുവിന്റെ അടുത്ത് നമുക്ക് ഹിസാബ് പറയണ്ടാലോ, അത്രയും കണക്ക് കൂടി നമുക്ക് പറയണ്ടാലോ. അതുകൊണ്ട് നമുക്ക് സമാധാനമായി വെള്ളം കുടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാമെന്ന് സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.